നമിക്കുന്നു ഗുരുനാഥ, നമിക്കുന്ന തിരുപാദം, മഹത്താമഗീരുകളെ ശിരസാ ഞാൻ വഹിക്കുന്നു. അപ്പോൾ ഇനി പറഞ്ഞ നോവല് പണിപ്പുരയിലാണെന്ന് പറഞ്ഞല്ലോ, അത് അപ്പോൾ ഇപ്പോഴും അത് എപ്പോഴും പ്രതീക്ഷിക്കാം, ഏത് നിമിഷം വേണമെങ്കിലും അത് പ്രതീക്ഷിക്കാം ഒരു നോവൽ. അതെ, തീർച്ചയായിട്ടും നോവല് പ്രതീക്ഷിക്കാതെ തന്നെ ചെയ്യാം. അതെ, തീർച്ചയായും. എന്ന് മുതലാണ് നിങ്ങളിൽ ഒരു കവിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്? ഏത് പ്രായം മുതലാണ്? ഞാൻ ചന്ദനത്തോപ്പ് ഗവൺമെൻറ് ITയിൽ പഠിക്കുന്ന കാലം മുതലാണ് ആദ്യമായി കവിത എഴുതി തുടങ്ങുന്നത്. അതിനു മുമ്പ് സാഹിത്യവുമായി യാതൊരു ബന്ധവും എൻ്റെ കുടുംബത്തിൽ ആർക്കുമില്ല, ആരും തന്നെ എഴുതുന്ന ആൾക്കാരുമല്ല. പക്ഷേ ചന്ദനത്തോപ്പ് ഗവൺമെൻറ് ITയിൽ ചെല്ലുമ്പോഴാണ് ആദ്യമായി എനിക്കൊരു ഡയറി കിട്ടുന്നത്. നമ്മുടെ പ്ലംബട്ടയിലാണ് ഞാൻ ആദ്യം ചെല്ലുന്നത്. അവിടുന്ന് ആദ്യം ഈ അധ്യാപകരൊക്കെ ഈ ക്ലീനിങ്ങിനാണ് വിദ്യാർത്ഥികളെ ഏൽപ്പിക്കുക. എനിക്ക് കിട്ടിയത് അവിടെ നിന്നൊരു ഡയറിയാണ്. അത് ധന്യശൻ സാറ് കണക്കൊക്കെ എഴുതി വെച്ചിരുന്നൊരു ഡയറി. അപ്പോൾ അതിൻ്റെ കുറച്ച് ദിവസങ്ങൾ സൂക്ഷിച്ചതിന് ശേഷം പിന്നീട് ആ പേജുകളെല്ലാം കയറി കഴിഞ്ഞാൽ അതിനകത്താണ് ഞാൻ ആദ്യമായി കവിത എഴുതി തുടങ്ങിയത്. പിന്നീട് ഇങ്ങോട്ടുള്ള എൻ്റെ പ്രവാസ ജീവിതത്തിലൊക്കെ എനിക്ക് എന്നെ സ്വയം ആശ്വസിപ്പിക്കുന്ന രീതിയിൽ കവിതയാണ് കണ്ടത്. അതെ, നമ്മൾ അതെ തീർച്ചയായിട്ടും അത് ഭാവന. കവിത എഴുതണമെങ്കിൽ നല്ല ഭാവന വേണമല്ലോ. തീർച്ചയായിട്ടും ഭാവന. അതായത് നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു പൂ വഴി വീണ് കിടക്കുന്നുണ്ട, നമുക്ക് സാധാരണക്കാരന് ചിലപ്പോൾ ഒന്നും തോന്നില്ല. പക്ഷെ കുമാരനാശാൻ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് ഒരു വലിയ മഹത്തായ കാവ്യമായി മാറി, അല്ലേ എന്ന് പറയുന്ന പോലെ. അപ്പൊ അന്നേ നിങ്ങളുടെ ഉള്ളിലൊരു കവിയുണ്ട്, അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആ ഡയറി കിട്ടി. അത് ഇപ്പൊ അത് കവിയായിട്ട് മാറി എന്നുള്ളത്, കവിതയായി മാറി. മേധിനി രണ്ടാമത്തെ കവിതാ സമാഹാരം ഈ പ്രശസ്ത എഴുത്തുകാരനായ സുകുമാരൻ വെങ്ങാടിന് നൽകിക്കൊണ്ട് ശ്രീ കുരീപ്പുഴ ശ്രീകുമാറാണ് അത് പ്രകാശനം ചെയ്തത്, അല്ലേ? അപ്പം അതിനെക്കുറിച്ച് കുരീപ്പുഴ സാറുമായിട്ടുള്ള ബന്ധം എനിക്കൊന്ന് വായനക്കാർക്ക് വേണ്ടി ഒന്ന് പറയാമോ? മേദിനി രണ്ടാമത്തെ പുസ്തകമാണ്. അത് പ്രസിദ്ധീകരിച്ചത് പാം സാഹിത്യ സഹകരണമാണ്. എൻ്റെ ആദ്യത്തെ പുസ്തകം വസ്തു ചെയ്തതും പാം സാഹിത്യ പി ബുക്സും പാം സാഹിത്യ സഹകരണവും കൂടെ ചേർന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ടാണ് കുരീപ്പുഴ സാറിനെ കാണാൻ പോകുന്നത്. ഞാനും ജോസേട്ടനും ഒക്കെ കൂടെ ചേർന്നിട്ട് ഞങ്ങൾ പോയി അദ്ദേഹമായിട്ട് കണ്ട് സംസാരിച്ച് അങ്ങനെയാണ് കുരീപ്പുഴ സാറുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിട്ടുള്ളത്. മേധിനി, വസുധ, ഇതെല്ലാം ഭൂമിയുടെ പര്യായമാണ്. ഇപ്പൊ നേരത്തെ ഒരു പുസ്തകത്തെ കുറിച്ച് പറഞ്ഞപ്പം അവിടെയും ഒരു ഭൂമിയുടെ പര്യായമാണ് പറഞ്ഞതല്ലേ? ധരണി എന്നാണ്. ധരണി എന്നാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത്. ധരണി എന്നാണ്. അപ്പം ശരിക്കും ഭൂമിയോടും പ്രകൃതിയോടും അത്ര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. പ്രകൃതി, ഭൂമി നശിക്കുന്നതിൽ ദുഃഖവുമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അത് ഭൂമിയെ വീണ്ടെടുക്കണം, അല്ലേ? അപ്പം ഈ കവിതയിൽ തന്നെ അവസാനം വീണ്ടെടുക്കാൻ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടല്ലേ? ആ വരികളൊന്ന്. വീണ്ടെടുക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊടുങ്കരപ്പുള്ള നദിയൊക്കെ വറ്റി വരേണ്ട, അതായത് അട്ടപ്പാടിയിൽ നമ്മുടെ സൂതമാ ടീച്ചറും പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ചേർന്നിട്ട് പറ്റിപ്പോയ നദിയെ പുനരുജ്ജീവിപ്പിച്ചിട്ടുണ്ട്. ശാസ്താംകോട്ട കായലിനെ പുനരുജ്ജീവിപ്പിക്കുന്ന അത്ര കണ്ട് പ്രശ്നമൊന്നുമല്ല, പക്ഷെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് വൃക്ഷങ്ങളെയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് ചെയ്യാവുന്ന ഒരു എല്ലാവരും കൂടി ചേർന്നിട്ട് ശാസ്താംകോട്ട പൂർവ്വ വിദ്യാർത്ഥികളും ശാസ്താംകോട്ട പരിസരവാസികളും ഒക്കെ ചേർന്നിട്ട് കൂട്ടായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെ, വീണ്ടെടുക്കൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഞാൻ കണ്ടു ആ വരികളൊന്ന്. അതെ. ശുദ്ധ തടാകക്കരയിൽ വസിപ്പവർ ശ്രേഷ്ഠത്തീരക്കുന്നുകൾ തോറും വൃക്ഷത്തൈകൾ നട്ടുവളർത്തും ഉത്തമയജ്ഞം അതൊന്നു തുടങ്ങാം. ശ്രേയസ്കരമേ നൽദ്രുമയജ്ഞം ശ്രേഷ്ഠന്മാരെ പാഴാകില്ല. ഒട്ടൊരു കാലം കൊണ്ടീ തൈകൾ ഒത്ത മരത്തിൻ ചില്ല വിരിക്കും. തരുവേരുകളി ഇളയുടെ അടരിൽ പടരും ഇളയ സംരക്ഷിക്കും. വളരും തരുവിൻ ശിഖരം കുടയായി തണലു വിരിക്കും. കുന്നുകൾ തോറും ശിഖരം നിറയെ കൂടുകൾ കൂട്ടാൻ എത്തിടും ഇവിടെ പക്ഷിജാലം. കതിരണിയേണം പുഞ്ചപ്പാടം നീരണിയേണം നീർത്തടജാലം.
പൊൻകതിർ ചൂടിയ വയലേലകളിൽ കതിരുകൾ കൊയ്യും കാഴ്ചകൾ വേണം. കുന്നും മലയും പർവ്വത നിരയും കുന്നിൻ മുകളിലെ വൻമരജാലോ താഴ്വാരവും ഈ തണ്ണീർ തടവും താഴ്വാരത്തെ കുറ്റിക്കാടും ഭൂമി ഒരുക്കിയ പ്രകൃതി വ്യവസ്ഥിതി ജലശേഖരമെന്നറിയുകമർത്യ. നമ്മൾ പ്രവാസികൾക്കാണ് ഈ നാടിൻ്റെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നത് ഞാൻ പറയും. കാര്യം നമ്മളവിടെ കാണുന്നത് മൊത്തം മരുഭൂമിയും ഇതിനൊക്കെയുള്ള പച്ചപ്പുകളോ കാര്യങ്ങളോ പുഴകളോ ഒന്നും നമ്മൾ കാണുന്നില്ല. താങ്കളൊരു പ്രവാസിയാണ്, സൗദി അറേബ്യയിലാണ്, ദുബായിലായിരുന്നു, ഇപ്പോൾ സൗദിയിലാണ്. ഈ സൗദിയിൽ ദുബായിൽ എനിക്കറിയാം അക്കാഫ് പോലെയുള്ള വിശ്വാമങ്ങൾ നിങ്ങൾക്ക് കിട്ടാറുണ്ട്, ഒരുപാട് കവിയരങ്ങുകളൊക്കെ. അത് പറഞ്ഞോട്ടെ, അക്കാഫിലെ വല്ല കവിയരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? അക്കാഫുമായിട്ടും ഒക്കെ ഉള്ള ദുബായിലെ ഉള്ള അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? ദുബായിൽ ഞാൻ ഇത് എഴുതുന്ന കവിതകളൊന്നും ആരെയും അങ്ങനെ അധികം കാണിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വെതർഫോർഡ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് അവിടെ വെതർഫോർഡ് വെൽഫെയർ ഫണ്ട് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു സംഘടനയുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പലപ്പോഴും ഫംഗ്ഷനുകളിലൊക്കെ കവിത ചൊല്ലാനായിട്ട് ഞാൻ കവിയാണെന്ന് അറിഞ്ഞത് കൊണ്ട് ചെയ്യും. പക്ഷേ ഞാൻ വളരെ വിറയലോട് കൂടിയാണ് അവിടെ കവിത പറഞ്ഞിട്ട് പോയെന്ന് ചൊല്ലാനൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ പറ്റുന്ന രീതിയിൽ ചെയ്തു. പക്ഷെ അങ്ങനെയാണ് ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ ജോയിൻ ചെയ്ത 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒന്ന് ബിജു തോണ്ടലിലും ഒന്ന് സജു ജോസഫ് എന്ന് പറഞ്ഞത്. അവർ വഴിയാണ് ഞാൻ ജോസേട്ടനിലേക്ക് എത്തുന്നത്, ജോസ് ആൻ്റണി കുരിപ്പുഴയിലേക്ക്. അവർ പാം സാഹിത്യ സഹകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അക്കാഫ് കാവ്യസന്ത് എന്ന് പറഞ്ഞിട്ട് ടാഗോർ ജയഹേ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇന്ത്യൻ കോൺസുലേറ്റുകളിൽ കരാമയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിലേക്ക് കവിത അവതരിപ്പിക്കാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ബിജു തോണ്ടൽ വഴി ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന. അവിടെ ചെന്ന് ഈ കവിത ചൊല്ലുകയും അന്ന് ഏഴാച്ചേരി രാമചന്ദ്രൻ സാറടക്കമുള്ള വിശിഷ്ടാദികളിരുന്ന് ഞങ്ങൾ 8ഓളം പേര് ആ കവിയാരെങ്കിൽ പങ്കെടുത്ത് കവിത അവതരിപ്പിക്കും. എൻ്റെ ഓർമ്മപ്പൂക്കൾ എന്ന കവിതയാണ് അവിടെ ചൊല്ലിയത്. അന്നാണ് ഞാനൊരു വലിയ വേദിയെ അഭിമുഖീകരിച്ച് ചെല്ലുന്നത്. എനിക്ക് പറഞ്ഞാൽ ദുബായ് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. പ്രത്യേകിച്ചും നല്ല കുറേ എനിക്കറിയാം ദുബായിൽ സംബന്ധിച്ചിടത്തോളം നല്ല ഇവിടുത്തേക്കായി കൂടുതൽ നമുക്ക് അവസരങ്ങൾ കിട്ടുകയും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കൊന്ന് നമ്മുടെ ഷീല പോളിനെ പോലെയുള്ള മാഡം ഒക്കെ നല്ല സപ്പോർട്ടീവ് ആണ് അല്ലേ? അറിയോ അവര്? അറിയാം. എൻ്റെ വസുധ എന്ന പുസ്തകത്തിന്റെ അബുദാബി തല പ്രകാശനം നടത്തിയത് ഷീലമാണമാണ്. അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ജോസേട്ടനെയും സുകുമാരൻ വെങ്ങാട്ടിനെയും ഒക്കെ പറയുന്നത്. സുകുമാരനും അവരൊക്കെയാണ് എനിക്ക് ആദ്യ പുസ്തകം ഇങ്ങനെ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് പാമ സാഹിത്യ സഹകരണ സംഘത്തിലൂടെ എന്ന് പറയുകയും അങ്ങനെയാണ് എൻ്റെ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നത്. അന്ന് മുതൽ നല്ല സൗഹൃദം എനിക്ക് ജോസേട്ടനോടും സുകുവേട്ടനോടും ഒക്കെ ഉണ്ട്. കാരണം എപ്പോൾ സംസാരിച്ചാലും പോസിറ്റീവായിട്ട് ഉള്ള മറുപടി തരികയും എഴുതാൻ പ്രേരിപ്പിക്കുകയും എപ്പോഴും നല്ല ചിന്തയിൽ ഇട്ടുതരുകയും ചെയ്യുന്ന ജോസേട്ടനോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. ദുബായ് ഞാൻ പറഞ്ഞപ്പോൾ നല്ലതാണ്. പക്ഷെ ഞാൻ ദുബായിലും പോയിട്ടുണ്ട്, സൗദിയിലും ഞാൻ പോയിട്ടുണ്ട്. സൗദിയിലൊരു കുറഞ്ഞ കാലം, ഒരു 4 മാസക്കാലം ഞാൻ സൗദിയിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയിട്ട് സൗദി കുറച്ചുകൂടെ സ്ട്രിക്റ്റ് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ സാഹിത്യ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? അവിടെ നല്ല രീതിയിലുള്ള സാഹിത്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ ദമാം കേന്ദ്രീകരിച്ച് ഒരുപാട് സാംസ്കാരിക സംഘടനകൾ ഇപ്പോഴുണ്ട്. ഏകദേശം 8 വർഷം മുമ്പ് തുടങ്ങിയ മലയാളി സമാജമുണ്ട്, നവോദയ സാംസ്കാരിക സമിതിയുണ്ട്. അവിടെ ഒരുപാട് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് 2 വർഷം മുമ്പാണ് ഞാൻ അവിടെ പങ്കെടുത്തത്. കവിത എഴുതുകയൊക്കെ ചെയ്യുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സംഘടനയൊക്കെ ഉള്ളതായിട്ട് എനിക്ക് അറിയേണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ യാദൃച്ഛികമായിട്ട് നവോദയ സാംസ്കാരിക വേദിയുടെ വെളിച്ചം എന്ന് പറയുന്ന വായനശാല എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. എല്ലാ പ്രതിമാസ പുസ്തക ചർച്ചയാണ്. അതിലേക്ക് ഒരു കവിത അവതരിപ്പിക്കാനായിട്ട് ഞാൻ എത്തുകയുണ്ടായി. അവിടെ വെച്ചിട്ടാണ് ഈ ജയൻ ജോസഫ് എന്ന് പറഞ്ഞൊരു കവി സുഹൃത്തിനെ പരിചയപ്പെട്ടു. പിന്നീട് നടന്നൊരു പ്രോഗ്രാമിൽ പ്രദീപ് കുട്ടി എന്ന് പറയുന്നൊരു സുഹൃത്തിനെ പറ്റിയിട്ട് അവർ സീരിയസ് ആയിട്ട് കവിതയെ ചിന്തിക്കുകയും നല്ല പരന്ന വായനയുള്ള ആൾക്കാരുമാണ്. അതുപോലെ മലയാളി സമാജത്തിൽ അവിടെയും അറ്റേറ്റുന്ന പുസ്തകം അവതരിപ്പിക്കാനുള്ള അവസരം ലഭ്യമായി. അങ്ങനെ ഒരു വളരെ നല്ല സാഹിത്യ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. എല്ലാ മാസവും മിക്കവാറും പലരുടെയും പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ സാഹിത്യ ചർച്ചകൾ നടക്കുന്നുണ്ട്. നല്ല പരന്ന വായന ഉള്ള ആളാണല്ലേ? ശരി, പരന്ന വായനയും ഉയർന്ന ചിന്തയുള്ളവനെ നല്ല സാഹിത്യകാരനാവാൻ കഴിയുമെന്ന് മുണ്ടശ്ശേരി മാഷ് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇപ്പോൾ താങ്കളുടെ ലൈബ്രറി ഞങ്ങൾ കണ്ടിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ ലൈബ്രറി കണ്ടു. വളരെ നല്ലൊരു പുസ്തക ശേഖരമൊക്കെ ഉണ്ട്. ഈ എഴുത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഏതെങ്കിലും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? പുരസ്കാരങ്ങളൊന്നും ലഭിച്ചിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ട് അധികം ശ്രമിച്ചു. കാരണം 2 പുസ്തകങ്ങൾ ചെയ്തു വസുധയും. അതത്ര ഒരു ചർച്ച ചെയ്യപ്പെടുന്നൊരു പുസ്തകമാണെന്ന് എനിക്ക് അധികം തോന്നിയിട്ടില്ല. കാരണം അല്ല, ഈ പുരസ്കാരങ്ങൾ ലഭിക്കുന്നതിന് തലവട്ടപ്പന്മാർ വേണം എന്നൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് അങ്ങനെ വല്ല അഭിപ്രായമുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ആരുമില്ല, നമ്മൾ സ്വയം ചെയ്ത്. അല്ല, ഞാൻ ഒരിക്കൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്നോട് ചോദിച്ചു, സാറേ ഈ
ഫ്ലൈറ്റും പിന്നെ റോക്കറ്റും ഉണ്ടല്ലോ. പക്ഷേ ഈ റോക്കറ്റ് ആണല്ലോ ഒരുപാട് പൊക്കത്തിൽ പോകുന്നത്. ഈ ഫ്ലൈറ്റിലല്ലേ ടെക്നോളജി ഒരുപാടുള്ളത്, പക്ഷെ എന്താ അധികം പൊക്കത്തിൽ പറക്കാത്തതെന്ന്. അപ്പം ഞാൻ പറയാം, ഈ റോക്കറ്റിന്റെ മൂട്ടിൽ നിന്ന് കത്തിച്ചു വിടാൻ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഈ സാഹിത്യത്തിലും അങ്ങനെ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഉണ്ടെന്ന് പറയപ്പെടുന്നത് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ പ്രത്യക്ഷമായിട്ട് അനുഭവങ്ങളും. ഞാൻ വീണ്ടും നമ്മുടെ കുരീപ്പുഴ സാറിലേക്ക് വരികയാണ്. കുരീപ്പുഴ ശ്രീകുമാർ, അദ്ദേഹം അറിയാമല്ലോ, ഒരു മതേതര ചിന്ത വെച്ച് പുലർത്തുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അത് ഇന്ന് ഞാനും പറയുന്നത് അത് വേണം. പണ്ടുള്ള നമ്മുടെ കവികൾക്കൊക്കെ ആ ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യന് വലിയ മാറ്റമൊന്നും വന്നിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു വിഷയം അത് തന്നെയാണ്. കാര്യം ഉള്ളൂർ പോലും പറഞ്ഞിട്ടുണ്ട്, അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവന് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം അല്ലേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം നമ്മൾ കാണേണ്ടത് നമ്മുടെ സഹോദരങ്ങളെയാണ്. പക്ഷേ അത്തരം ചിന്തകൾ താങ്കളുടെ കഥയിൽ ചിലയിടങ്ങളിലൊക്കെ ഒരു സമത്വത്തെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ താങ്കൾ പങ്കുവച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? മനുഷ്യനെ മനസ്സിലാക്കാൻ മതത്തെക്കാളൊക്കെ നല്ല സ്നേഹമുള്ള മനുഷ്യരാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് ഞാൻ കരുതുന്നു. അതായത് മക്കള് രണ്ടുപേരാണ് അല്ലേ? രണ്ടുപേരും. മക്കളും ഈ സാഹിത്യത്തിലൊക്കെ താല്പര്യമുള്ളവരാണോ? മകൾക്ക് ചെറിയ നന്നായിട്ട് പുസ്തകം വായിക്കുന്നതാണ്. മകൻ പിന്നെ പെട്ടെന്നൊക്കെ ചില വിഷയങ്ങൾ എടുത്തെടുക്കുക പരടിയായിട്ട് ചൊല്ലാറുണ്ട്. അപ്പോൾ അയാൾക്ക് പിന്നെ പുസ്തകത്തിലധികം വായനയിലധികം താല്പര്യമില്ല. പക്ഷെ മകൾ നന്നായിട്ട് വായിക്കും. പൊതുവേ ഒരു പറച്ചിലുണ്ട്, ഈ സാഹിത്യകാരന്മാരും കവികളും ഒക്കെ ഒരു ഇടതുപക്ഷ സഹയാത്രികർക്കാണ് കൂടുതൽ പ്രാധാന്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. എഴുത്ത് നന്നായി എഴുതുന്ന എല്ലാവർക്കും അതിനനുസരിച്ചുള്ള പരിഗണന ലഭ്യമാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഭാര്യയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഭാര്യ ആദ്യം പറഞ്ഞിരുന്നു, ആണ് ഒരു പ്രചോദനം എന്ന് പറഞ്ഞിരുന്നു. അതെ അതെ, എഴുത്തില് പ്രയോജനമുണ്ട്. അത്യാവശ്യം നന്നായി പാടുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഭാര്യ മായ. ഞങ്ങളുടെ വിവാഹം 2009 അതിനുശേഷം എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് വേണ്ടിയിട്ട് ആദ്യം ഈ കവിത എഴുത്ത് അയച്ചു തന്നത് അവരാണ്. എല്ലാം ദുബായിൽ തിരിച്ചു വന്നപ്പോൾ ആ കവിതകളിൽ എവിടെ വെച്ചിട്ടാണ് ഞാൻ പോയത്. എഴുത്തിന് പ്രചോദനമായിരിക്കുന്ന കുടുംബവും പ്രചോദനം തന്നെയാണ്. തീർച്ചയായും. എനിക്ക് തോന്നുന്നു നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. താങ്കൾക്ക് എന്തെങ്കിലും പ്രേക്ഷകരോടായിട്ട് പറയാനുണ്ടോ? പുതിയ പുസ്തകം ഇറങ്ങുന്നുണ്ട്, ശാസ്താംകോട്ടക്കായൽ. അതുപോലെ തന്നെ വസുധ ധരണി എന്ന പുസ്തകം. ഇതിൽ രണ്ടിലും വളരെ താളാത്മകമായിട്ട് വളരെ വ്യത്യസ്തമായ വിഷയങ്ങൾ ചെയ്തിട്ടുള്ള കവിതകളാണ് ചെയ്തിട്ടുള്ളത്. പുസ്തകം ഇറങ്ങുമ്പോൾ എല്ലാവരും വാങ്ങിക്കാൻ ശ്രമിക്കുക, വായിക്കുക. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒപ്പം തന്നെ ഇന്ന് പാരിസ്ഥിതിക ദിനമാണ്. ഇതിൽ കവിത വായിക്കുക എന്നുള്ളതിനേക്കാളുപരി വായിച്ച വരികൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രകൃതിയെ, പരിസ്ഥിതിയെ, വൃക്ഷങ്ങളെയൊക്കെ സംരക്ഷിക്കുക. അതിനുള്ള ഒരു പ്രചോദനം കൂടി ആകട്ടെ ഈ പരിസ്ഥിതി ദിനത്തിൽ എല്ലാവർക്കും പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ജീവിക്കാനുള്ള ഒരു സന്മനസ്സും ഉണ്ടാവട്ടെ. ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നത് നമുക്കൊരു കവിത ചൊല്ലിക്കൊണ്ട് തന്നെ ആകുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കവിത, താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിത. PR പ്രസാദ് സാറിനുള്ള ഒരു ആദരവോടുകൂടി ചൊല്ലുന്നതാണ്. ഞാൻ ധരണി എന്ന കവിത ആഗോളതാപന പേരിലാണ് ആദ്യം അയച്ചു കൊടുക്കുന്നത്. അതിന് മറുപടിയായിട്ട് അദ്ദേഹം എനിക്ക് തന്ന ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്. അത് കണ്ടിട്ട് 2 ദിവസത്തേക്ക് എൻ്റെ കണ്ണ് അന്ന് നടന്നുപോയി. 2 ദിവസത്തേക്ക് എനിക്ക് മറുപടി ഒന്നും എഴുതാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അദ്ദേഹത്തിന് കവിതാ രൂപത്തിൽ തന്നെ ഞാനൊരു മറുപടി എഴുതി നൽകിയത്. വക്രം എന്ന വൃത്തത്തിലാണ് എഴുതിയത്. ആ വരിയിലെ കുറച്ച് വരികൾ ഞാൻ ചൊല്ലാം. പ്രണാമം എന്നാണ് കവിത പാടാൻ. നമിക്കുന്നു ഗുരുനാഥ, നമിക്കുന്ന തിരുപാദം, മഹത്താമഗീരുകളെ ശിരസാ ഞാൻ വഹിക്കുന്നു. കൊതിച്ചിട്ടേ തിരഞ്ഞു ഞാൻ മഹത്താമൻ ഭാഷവൃത്തം, തിരഞ്ഞപ്പോൾ ലഭിച്ചതോ മഹത്താമൻ ഗുരുവിനെ. മഹത്താമാ വചനങ്ങൾ ഫലിക്കാതെ പോയിടുമോ, വഴിക്കോണിൽ തളിർത്തന്നിൽ ഫലദ്രുമമായിടാതെ. എഴുതണമെനിക്കിനി കഥയുള്ള കവനങ്ങൾ, അതിനായി മനക്കോണിൽ തെളിയണം വചനങ്ങൾ. വചനങ്ങൾ തെളിയാൻ
ഗുരുക്കന്മാർ തുണയ്ക്കേണം. ഗുരുക്കന്മാർ ചൊന്നതൊക്കെ മനതാരിൽ തെളിയേണം. മഹത്തുക്കൾ കുറിച്ചുള്ള ബൃഹത്തായ കവനങ്ങൾ സമുദ്രത്തിനലകൾ പോൽ മിഴിമുമ്പിൽ അലയ്ക്കുമ്പോൾ അവിടുണ്ടാ കടൽ തീരെ മിഴിച്ചോരു കുട്ടിയായി ഞാൻ ഇരിക്കുന്നു സ്തബ്ധനായിട്ടഹോ ശ്രേഷ്ഠം മാതൃഭാഷ. ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യ എഴുത്തച്ഛൻ മഹത്പിതാവിവർ മൂന്നും ഭാഷയുടെ അടിക്കല്ല മഹത്തുക്കൾ. ഇവരൊക്കെ കുറിച്ചോര കവനങ്ങൾ പഠിക്കുമ്പോൾ പകയ്ക്കുന്നു വിസ്മയനായി ഒഴുക്കുള്ള എഴുത്തിൽ ഞാൻ. ചുരുക്കത്തിൽ ചിലതൊക്കെ എനിക്കായുമിടണേ എഴുത്താണി പിടിച്ചോരൻ മഹത്പൂർവ സൂരികളെ. ഓക്കെ, നന്നായിട്ടുണ്ട്. ഇനി നിങ്ങൾ നല്ല നല്ല കവിതകൾ ഇനിയും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടാവട്ടെ. പ്രകൃതി എല്ലാ വിഷയങ്ങളും അതിൻ്റെ താങ്കളുടെ തൂലികയിൽ വിരിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ നന്ദി.